എന്താ വില അത്? 700 രൂപ. 700 രൂപ. രണ്ടെണ്ണം കൂടി 200 രൂപയാണ്. ടൈപ്പ് പോളോ ഈ ടൈപ്പിന്. സത്യം പറയാണ് ഒന്നും ഞാൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ വിലയൊക്കെ കേട്ട് ഞെട്ടിയിട്ട് വാങ്ങിയത്. ഞാൻ ഈ ടോട്ടൽ ഈ സാധനങ്ങൾ ഇത് എന്താ ഡോർ വൈസ്. എല്ലാവർക്കും നമസ്കാരം. സാലുമാണ്. രാവിലെ 5 മണിക്ക് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി, എറണാകുളത്തുനിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ ഏകദേശം 6:05 ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ടോളൊക്കെ കൊടുത്തു. ഇനി നേരെ പാലക്കാട് ടു കോയമ്പത്തൂർ. അപ്പം ഇന്നലെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പം അത് പ്രകാരമായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പാലക്കാടേക്ക് 65 കിലോമീറ്റർ ഉണ്ട് ഇനി നമുക്ക്. റോഡാണ് പാലക്കാട് കോയമ്പത്തൂർ, സൂപ്പർ റോഡാണ്. ഉക്കട മാർക്കറ്റിലേക്കാണ്. ഇനിയിപ്പോ 1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് ഈ ഉക്കടം എന്ന് പറഞ്ഞ മാർക്കറ്റ് വരുന്നത്. ഇവിടെ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, ഉക്കടം മാർക്കറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ എങ്ങനെയാ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതില് ലെഫ്റ്റ് പോവാ. ലെഫ്റ്റ് പോയാ അവിടെ ആദ്യത്തെ പെട്രോൾ ബങ്ക് ഉണ്ടാവും. പെട്രോൾ ബങ്ക് അവിടെ തൊട്ടമാതിരി കട്ട് റോഡ് ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ പോയാ എല്ലാ സാധനവും. അല്ല, അതിന് എന്താ മാർക്കറ്റിന്റെ പേരെന്താ പറയുന്നത്? എന്താ? മുഹമ്മദ് അലി മാർക്കറ്റ്. ഞാൻ പോയി നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാറ് അവിടെയാണ് പാർക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ്. ഇതാണ് മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ്. നമ്മുടെ ക്യാമറ ആദ്യമായി തമിഴ്നാട് കണ്ടു. അപ്പൊ നമ്മളെ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ F2 എന്ന് പറഞ്ഞ കാർ സോൺ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് ഉണ്ട്. F2 കാർ സോൺ. നമുക്ക് അവിടെ ഉള്ള ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്കൊരു കമന്റ് ഉണ്ടായിരുന്നു, ഒരു കാറിന്റെ സ്വിഫ്റ്റ് വൈറ്റ് സ്പോയിലർ. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. അണ്ണാ നമസ്കാരം. ഉന്റെ പേരെന്താ? എന്റെ പേര് അസാറാണ്. അസാർ അല്ലേ? ഓക്കെ. ഞാൻ കേരളത്തിൽ നിന്ന് വന്ന് എന്റെ ഫോളോവേഴ്സ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. എനിക്ക് തമിഴ് കൊഞ്ചം അറിയും, ക്ഷമിക്കണം. ഓക്കെ. സ്വിഫ്റ്റ് സ്പോയിലർ നമ്മളുടെ എല്ലാ വണ്ടിയും സ്വിഫ്റ്റ് ഉണ്ടെന്നല്ലതാ. ഈ കളറാ? വൈറ്റ് അല്ല, വൈറ്റ് വരില്ല. കമ്പനിയിൽ പോയി മേടിച്ചാൽ ഈ കളർ തന്നെ കിട്ടും. ഓക്കെ, ഈ കളർ തന്നെ കിട്ടും. ഇതാണ് ഓൾഡ് സ്വിഫ്റ്റ് സ്പോയിലർ. ഇത് ലൈറ്റ് അടക്കം നമ്മൾ തരും. ലൈറ്റ് അടക്കം തരും. 750 തന്നെ. 750. ഫസ്റ്റത്തെ കമന്റിന് ആണ് ഞാൻ ഇത് തന്നത്. ഒരു ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റിന്റെ സ്പോയിലറിന്റെ വില കോയമ്പത്തൂർ പോകുമ്പോ ഒന്ന് അന്വേഷിക്കാൻ. 750 രൂപയാണ് അവര് പറഞ്ഞത്. ഇതാ നല്ല ക്വാളിറ്റി. ഈ ഷോപ്പിന്റെ പേരെന്തായിരുന്നു? F2 കാർ സോൺ. നിങ്ങൾ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കൂലേ? ഓക്കെ. പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ കണ്ടു. ഈ ഹോണൊക്കെ എന്താ പ്രൈസ് വരുന്നത്? ഇതൊക്കെ സെറ്റിന് 200 രൂപ. രണ്ടെണ്ണം കൂടി 200 രൂപയാണ്. ഈ ഹോണിന് എന്താ പറയാ? സ്കോഡ ടൈപ്പും പറയും. ഓൾഡ് 7 ടൈപ്പ്. പോളോ ഈ ടൈപ്പിന് ഈ ശബ്ദം അല്ലേ? അതിന്റെ പ്രൈസ് എന്നാ? 200 രൂപ ഒരു സെറ്റിന്. രണ്ടും കൂടി 200. അയ്യോ, ഈ പോളോന്റെ ഹോൺ കണ്ടില്ലേ നിങ്ങള്? അതിന്റെ ശബ്ദം കേട്ടില്ലേ? ഒരു അടിപൊളി ഹോണല്ലേ? 200 രൂപയുള്ളൂ ഇവിടെ. 200 രൂപ. കട്ടിട്ട് 100 രൂപ വരും. ഇത് വെച്ചെങ്കിൽ 7 സൗണ്ട് ആയിട്ട് വരും. ആണോ? അത് 7 സൗണ്ട് ആയിട്ട്. 100 രൂപ. ഓക്കെ. എന്തായാലും എനിക്കൊന്ന് വേണം. ഈ സ്റ്റാൻഡിംഗ് കവറൊക്കെ 100 ഉണ്ട്, 150 ഉണ്ട്, 200 ഉണ്ട്. ഓക്കെ. മ്യൂസിക് സിസ്റ്റം? അതുപോലെ തന്നെ നമ്മള് ഒരാള് മ്യൂസിക് സിസ്റ്റത്തിന്റെ വില ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞുതരോ? മ്യൂസിക് സിസ്റ്റം വേണമെങ്കിൽ സാധാ സെറ്റ് ഉണ്ട്. 800 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. USB SD കാർഡ് അങ്ങനെ ഇതാണ്. ഇല്ല ബ്ലൂടൂത്ത് എടുക്കാൻ നല്ല വാറന്റി എടുക്കാൻ വേണമെങ്കിൽ ഒരു 1300 രൂപ വരും. 6 മാസം വാറന്റി എടുക്കാൻ തരും. 1300 രൂപ. ഇത് സാധാ സെറ്റിന്. ഇല്ല മിറർ വയ്ക്കാൻ TV ഇങ്ങനെ വരും. ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ക്യാമറ അടക്കം 2400 കൊടുക്കും. 2400 ക്യാമറ അടക്കം 2400. ഫുൾ HD MP5 ആണ് സാധനം. ഇത് ഫുൾ HD ആണ് അവർ പറയുന്നത്. ക്യാമറ അടക്കം 2400. ഫുൾ കിറ്റ് നൈറ്റ് വിഷൻ LED ക്യാമറ ആണ്. ഓക്കെ. അതിന് വേറെ വയറിംഗ് കിറ്റ്, ടൂൾസ് എല്ലാം കാര്യം കൊടുക്കും. ബാക്കിയുള്ള അങ്ങനെ ഉണ്ടാവും. ഇതിന് വേറെ റിമോട്ട് ഇതെല്ലാം ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഈ മ്യൂസിക് സിസ്റ്റം ഒക്കെ, സ്പീക്കേഴ്സ് ഒക്കെ? സ്പീക്കേഴ്സ് വേണമെങ്കിൽ പൈനീർ ഉണ്ട്. ഇത് 600 വാട്ട്സ് ആണ്. ഇത് 1 വർഷം വാറന്റിയോടെ കൊടുക്കും. 1600 രൂപ. 1600. വലുത്
ഇല്ലെങ്കിൽ ചെറുതുണ്ടെങ്കിൽ അത് എത്ര ഇഞ്ചാണത്? ചെറുതാ 6-9 ഡിക്കിലോ വെക്കണില്ല. ഓക്കെ ഓക്കെ. അതാണ്. ഇല്ലാണെങ്കിൽ ഗോസ്റ്റ് വേണമെങ്കിൽ ഗോസ്റ്റ് ഉണ്ട്, സോണി വേണമെങ്കിൽ സോണി ഉണ്ട്, എല്ലാ ബ്രാൻഡ് ഉണ്ട്. ഓക്കെ, അടിപൊളി. അതുപോലെ ഹെഡ് റെസ്റ്റ് ആ രണ്ടെണ്ണം കൂടി 150 ആണ്. രണ്ടെണ്ണം ഒരു പാക്കറ്റ് 150. ഒന്ന് എടുത്ത് കാണിച്ചു. ഇങ്ങനെ വരും. ഓക്കെ, ഇതല്ലേ ഈ ഒരു പാക്കറ്റ് 150 രൂപ. 150 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതുണ്ട് അല്ലേ, കാറിന്റെ കവർ. സീറ്റ് കവർ. ഇത് കവറാണോ? സീറ്റ് കവറാണോ? അവിടെ ഉണ്ട്. ഇതൊക്കെ സീറ്റ് കവർ തന്നെ. ഓക്കെ, ഇനി നമുക്ക് സീറ്റ് കവർ നോക്കാം. കാട്ടൺ വേണമെങ്കിൽ കാട്ടണിലുണ്ട്. എല്ലാ വണ്ടി സീറ്റ് കവർ ഉണ്ട്. കാട്ടണിൽ ഇങ്ങനെ വരും. ഇത് നൈസ് ആണല്ലോ, അടിപൊളി. ഏത് കാറാ? സ്വിഫ്റ്റ് ആണോ? ഈ സ്വിഫ്റ്റിന് ഉണ്ട്, വാൻ ഉണ്ട്, എല്ലാ വണ്ടിയും ഉണ്ട്. ഇത് എന്ത് റേറ്റ് വരും? ഈ സ്വിഫ്റ്റിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ സെറ്റ് ഉണ്ട് അല്ലേ? ഫുൾ സെറ്റ് ബാഗിന്റെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾ കളർ കാണിക്കുകയാണെങ്കിൽ കാണിക്കുന്നത്. ഓക്കെ, കുഷനൊക്കെ ചെയ്ത? കുഷനൊക്കെ വെച്ച് സ്പോഞ്ചൊക്കെ വെച്ച് സ്പോഞ്ച് വെച്ചല്ലേ? എല്ലാം ഉണ്ടാവും. ഓക്കെ, എന്ത് റേറ്റ്? നമ്മളിവിടെ സ്വിഫ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ 1300 കൊടുക്കും. 1300 രൂപ ഫുൾ സെറ്റ്? ഫുൾ സെറ്റിന് ഫിറ്റിംഗ് തനിച്ചിട്ട് 300 രൂപ തന്നെ. പുറകിലെ ആളുണ്ട്. 1300 നിങ്ങൾ ഫുൾ സെറ്റ് കൊടുക്കും. സീറ്റ് കവർ ഇത് ഫിറ്റ് ചെയ്ത് ഇത് കെട്ടിയാൽ മാത്രം മതി അല്ലേ? ടൈറ്റ് ആക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇതിന് രക്സിനില്ല വരും, ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ലെതറിൽ വരും. ഇങ്ങനെ ലെതറിൽ ഒരു സാധനം. ഓ, ഇങ്ങനെ ഇതെന്ത് റേറ്റ് വരും? ഇത് എടുക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് എടുക്കുന്നത് 2000 രൂപ വരും. 2000 രൂപ ലെതറില്. ഇല്ല രക്സിൻ ഇങ്ങനെ വരും. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ്. ഇത് രക്സിനാണ്. ഓ, ഇത് എന്ത് റേറ്റ് വരും? ഇത് എടുക്കുകയാണെങ്കിൽ 1400 രൂപ വരും. 1400. ഇത് നമ്മളെ നാട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 4500 രൂപ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്തപ്പോൾ അത്ര ആയിട്ടുണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലെതർ തന്നെയാന്ന് തോന്നുന്നു. നല്ല ലെതറാണത്. ഇത് രക്സിനാണ്, ഇത് ലെതറാണ്. ഇത് ആർട്ടിഫിഷ്യൽ ലെതറും പറയും. ഓക്കെ 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 ഓക്കെ. പിന്നെ ഡോർ വൈസറ്, ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ്. നമുക്ക് ഈ ഫോഗ് ലാമ്പ് ഒക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഫോഗ് ലാമ്പ് ഈ ടൈപ്പ് ഒക്കെ? ഈ ടൈപ്പിന് സെറ്റ് 450 രൂപ വരും. ഒരു സെറ്റ് 450? രണ്ടെണ്ണം കൂട്ടി 450. രണ്ടെണ്ണം 450 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ LED ഇത് 550 രൂപ വരും. 550 രണ്ടെണ്ണം. അതുപോലത്തെ പമ്പർ ഉണ്ട്. ഈ പമ്പർ കമ്പനി 8 രൂപ 9 രൂപ കൊടുക്കണം. ഐക്യ ടൈപ്പ്. ഇത് ഇപ്പം ലീഗൽ അല്ല ഇപ്പൊ ചെയ്യാൻ പാടില്ല, ബമ്പർ വെക്കാൻ പാടില്ലല്ലോ, ഫൈൻ അല്ലേ? ഇതെല്ലാം പച്ചിട്ട് തന്നെ ഉണ്ട്. കോയമ്പത്തൂർ കുഴപ്പമില്ല, കേരളത്തിൽ പ്രശ്നം. കേരളക്കാർ ഈ മൂപ്പർ അധികം. ഇത് സ്കോർപിയോ ആണോ? ഈ സ്കോർപിയോ ഉണ്ട്, ഇനോവ ഉണ്ട്, സൈല ഉണ്ട്. എന്താ പ്രൈസ്? ഇതിലേക്ക് ഫൈനലായിട്ട് 4800 തരാം. ക്ലാമ്പ് അടക്കം 4800. ഹെവി സാധനം അല്ലേ? ഹെവി സാധനം, ഫുള്ള ഫൈബർ ബോഡിയാണ്. ഇതൊക്കെ ക്രോം ആണ്. ക്രോം ഫിനിഷിംഗ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലത്തെ ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റ് ഉണ്ട്. ജീപ്പിനൊക്കെ വെക്കില്ലേ? ഓക്കെ 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 ഓക്കെ. ജീപ്പിനൊക്കെ വെക്കില്ലേ ഹെഡ്ലൈറ്റ്? ഓക്കെ. ജീപ്പിനൊക്കെ LED ആണോ? LED ആണ്. ഇത് ലൈറ്റ് ആയിട്ട് കൊടുക്കല്ല മുകളില്? ഫോഗ് പോലെ? ഫോഗ് ലാമ്പല്ല, ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് പാർക്കിംഗ് ഉണ്ടാവും. ഓ, ലെൻസ് ഉണ്ടല്ലോ ഉള്ളില്? ഒക്കെ ഒന്ന് കത്തിച്ച് കാണിച്ചു. നമ്മ ജീപ്പിന് കൊടുക്കാം. ഓ, അടിപൊളി. ഇത് പാർക്കിംഗ് ആണ്. DRL പോലെ ഉണ്ട്. DRL വെച്ച പോലെ ഉണ്ട്. DRL LED ആണല്ലേ? ഇത് ഇൻഡിക്കേറ്റർ. ഓക്കെ. ഐ ബീം, ലോ ബീം രണ്ടുണ്ടാവും. പാസ് അങ്ങനെയൊക്കെ. ഓക്കെ. നമ്മൾ ഈ സെറ്റിന് കൂടി 1700 ഇവിടെ കൊടുക്കും. 1700 ഈ സെറ്റ് കൊടുക്കും. 2 പീസ് കൊടുക്കും. ഇതേപോലെ 2 പീസ് അല്ലേ? ഓക്കെ. അതിന് മുകളിൽ വയ്ക്കാൻ ലൈറ്റ് ഉണ്ട്. ജീപ്പിനൊക്കെ മുകളിൽ വയ്ക്കില്ല. ജീപ്പ് ട്രാവലറൊക്കെ. ടോപ്പ് ഇതല്ലേ? ഇതൊരു സെറ്റ് അല്ലേ? അവിടെ 4 പീസ്. അത് അങ്ങനെ. ഓക്കെ ഓക്കെ. ഇത് എങ്ങനെ റേറ്റ് വരുന്ന? ഇതിനാണെങ്കിൽ 2500 കൊടുക്കും. 2500. ഫുൾ വയറിംഗ് കിറ്റ് അടക്കം. 1 2 3 4 അല്ലേ? 4 ലൈറ്റ് അടക്കം. അതുപോലത്തെ ക്രോം ലൈറ്റ് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ടൈപ്പ് സിൽവർ, മിററിന് സിൽവർ കൊട്ടിക്കില്ല. ഓക്കെ. നെറ്റ് കൊടുക്കും. നെറ്റായിട്ട് ഇനോവാണ്ട് ഡിക്കിൽ ഒരു യു പീസ് നമ്പർ പ്രിന്റ് താഴെ വരില്ല. ആ യു പീസിന്റെ ക്രോം. ഓ, ഒരു ക്രോം അല്ലേ? എല്ലാ ക്രോം ഉണ്ട്. ഈ വണ്ടിയില്ല, എല്ലാ വണ്ടിയിലും ഉണ്ട് ക്രോം. വാഗണാർ, സ്വിഫ്റ്റ്, ആൾട്ടോ, ജെന്ന്. ഇത് ഇനോവയ്ക്ക് വരുന്നതാണോ? ഇനോവ ആണ് വരുന്നത്. ഓക്കെ. ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് നമ്മളെ ഇവിടെ കൊടുക്കാണ് ഫൈനൽ 700 രൂപ കൊടുക്കുന്നത്. 700 രൂപ അല്ലേ ഈ ക്രോം അല്ലേ? സ്കൂട്ടർ വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി അടിപൊളി. നമ്മൾ ഇത് എല്ലാ വണ്ടിയിലും ഉണ്ട്. അതേപോലത്തെ സൈഡ് മിറർ, ഹെഡ് ലൈറ്റ്, ഡാഞ്ചർ ലൈറ്റ്, ആറിന് കപ്പർ താഴെ വയ്ക്കുന്ന ഫോളാകുമ്പോ ആഞ്ചൽ ടൈപ്പ്, LED ടൈപ്പ്. ഇതാ കാണിച്ചു തരാം. ഇതാ
ഇങ്ങനെ ഓ ബമ്പറിന് താഴെ സ്വിഫ്റ്റ് ആൾട്ടോ സെന്ന് ഓ ആൾട്ടോ 800 എന്റെ കാറിലൊക്കെ ഇതെന്താ DLR ടൈപ്പാണ്. ഓക്കെ ഡിയല്ല നമ്മൾ രണ്ടും കൂട്ടി 500 രൂപ ഇവിടെ മേടിക്കാണെങ്കിൽ രണ്ടും കൂടെ 500 രൂപ അല്ലേ? ലെൻസ് ആണ് LED അല്ലത്? LED ഉള്ളിലത്തെ LED ആണ്. ഗ്ലാസ് മാത്രം ലെൻസ് ഗ്ലാസ് ആണ്. ഓക്കെ അത് ഇത് ഇവിടെയും വരും ലൈറ്റ്? ആ 2 ലൈറ്റ് വരും അല്ലേ? ഓ അങ്ങനെ വരുന്നത് പാർക്ക് ആയിട്ടല്ലേ? ഈ പാർക്കിംഗ് ആണ്. ഓക്കെ ഇത് 4 കിലോമീറ്റർ ആണ്. ഓക്കെ നല്ല പവർ ഉണ്ട്. നല്ല പവർ ഉണ്ടാവും. F2 കാർ സോണിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പം കണ്ടത്. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു, അവിടെ വരാനുള്ള ലൊക്കേഷൻ ഉക്കട ബസ് സ്റ്റാൻഡിലെ ഉക്കട ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് ലോറി അസോസിയേഷൻ പെട്രോൾ ബങ്ക് എവിടെ ചോദിച്ചാൽ പറയൂ. അതിന് തൊട്ടടുത്താണ് മാർക്കറ്റ്. ഓക്കെ കാരണം എന്താണെന്നറിയോ, എനിക്ക് കറക്റ്റ് ഈ സ്ഥലത്തിന്റെ പേരൊന്നും അങ്ങനെ പറയാൻ കിട്ടുന്നില്ല. കയ്യിൽ നിന്ന് പോവാ. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. അപ്പം നമ്മളിപ്പം F2 കാസിന്റെ ഓണർ നമ്മളിപ്പോ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പം വന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. കാസിം എന്നാണ് പേര്. കാസിം നമസ്കാരം. ഇവിടെ കുറെ ആയോ തുടങ്ങിയിട്ട് ഇവിടെ? ഞാൻ ഇവിടെ തുടങ്ങിയ ഷോപ്പ് ഞാൻ ആദ്യം ഹോൾസെയിൽ സപ്ലയർ ആയിരുന്നു ഡൽഹിയിൽ നിന്ന്. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് കൂടെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ശേഷം ഒരു 6 കൊല്ലമായിട്ടാണ് ഈ ഷോപ്പ്. അപ്പൊ ഇവിടെ ഹോൾസെയിൽ ആയിട്ടാണ്. ഇവിടുന്ന് i20 ഡോർ വൈസർ എടുത്തു. അതുപോലെ തന്നെ ഒരു ലാമ്പല്ല എടുത്ത്, നമുക്ക് ലാമ്പും തന്നു. അടിപൊളി i20 എന്റെ 2011 മോഡല് ഡോർ വൈസർ എനിക്ക് 350 രൂപയ്ക്ക് അവർ തന്നത്. എനിക്ക് ശരിക്കും റേറ്റ് എങ്ങനെയാണ്? നിങ്ങൾക്ക് 350 രൂപ, എനിക്ക് 50 രൂപ ലാഭമുണ്ട്. ആണല്ലേ? അതാണ് മെയിൻ സ്റ്റാർട്ടിങ്. ചെറിയ വണ്ടിയുടെ ഡോർ വൈസർ കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് 300 രൂപ. 300. പിന്നെ 300 ഈ മിഡിൽ ക്ലാസ് വണ്ടി 300-350 ആണല്ലേ? ഹൈ ലെവല് സ്റ്റിക്കറൊക്കെ. അതേപോലെ നമ്മളെ ഇന്നോവ, സ്കോർപിയോ, ബൊളേറോ അതൊക്കെ വരികയാണെങ്കിൽ ഹോൾസെയിലായിട്ട് സെറ്റ് 500 രൂപ കിട്ടും. 6 പീസ് വരും. 6. അതേപോലെ ഹെഡ്ലൈറ്റ് ഐറ്റംസ്, സ്പോയിലർ, പിന്നെ എക്സ്ട്രാ പമ്പേഴ്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് വരുന്നതാണ്. പിന്നെ ഇനിയിപ്പോ നമ്മുടെ നാട്ടിലായിരിക്കും അങ്ങനെ ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ എന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു കേട്ടോ. ഹോൾസെയിൽ ഇഷ്ടം പോലെ നമ്മൾ ഹോൾസെയിൽ അയക്കുന്നുണ്ട്. ഡയറക്റ്റ് അയക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ടോ? ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. ഡബിൾ ഇൻ സിസ്റ്റം വരുന്നുണ്ട്. ഡബിൾ ഇൻ സിസ്റ്റം നമുക്ക് ക്യാമറ അടക്കം 6 മന്ത് വാറണ്ടി വരും. നമുക്ക് 1 വർഷം വാറണ്ടി കിട്ടും. ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ? പക്ഷെ നമ്മൾ കൊടുക്കാറ് 6 മന്ത് വാറണ്ടി കൊടുക്കാറുള്ളൂ, സർവീസ് വാറണ്ടി. ഡബിൾ ഡി സെറ്റും ക്യാമറ അടക്കം കൂടി കൊടുക്കുക അവർ 4 രൂപ വരും. 4 രൂപ. സത്യം പറയാണ്, ഒന്നും ഞാൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ വിലയൊക്കെ കേട്ട് ഞെട്ടിയിട്ട് വാങ്ങിയത്. ഞാൻ ഈ ടോട്ടൽ ഈ സാധനങ്ങൾ, ഇത് എന്താ ഡോർ വൈസർ അല്ല, i20 ഡോർ വൈസർ. അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ഹോൺ വന്നിട്ടുണ്ട്, നമ്മളെ പോളോണൊക്കെ ടൈപ്പ്. അതിനൊരു കട്ടൗട്ടർ, പിന്നെ 2 ഫോഗ് ലാമ്പ് ഡബിൾ. ഒട്ടാകെ എനിക്ക് 1050 രൂപ അയച്ചു. ഇന്നലത്തെ വീഡിയോയിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പവർ ടൂൾസിന്റെ അതുപോലെ തന്നെ വെൽഡിംഗ് മെഷീന്റെ റേറ്റ് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏതാ കമ്പനി? റിലോസൺ. ഇത് വാറണ്ടി ഉള്ള തന്നെയാ? വാറണ്ടി ഉള്ളതാണോ? സർവീസ് മാത്രം ഫ്രീ ആണ്. സർവീസ് മാത്രം ഫ്രീ. സാധനം നന്നായിട്ടുണ്ടാവും. സാധനം നന്നായി, ഒന്നും പ്രശ്നമൊന്നുമില്ല. വില കുറവല്ലേ, എന്നാൽ സർവീസ് മാത്രം ഫ്രീ, അത്ര തന്നെ. നമ്മൾ പിന്നെ 10,000 രൂപയൊന്നും കൊടുക്കണില്ല. നമ്മൾ 3,300, 3,500 ഇത്ര തന്നെ കൊടുക്കണത്. സാധനം നന്നായിട്ട്, ഒന്നും പ്രശ്നമൊന്നും. ഷോപ്പിന് പേരെന്താ? TM ടൂൾസ്. പമ്പ്, പിന്നെ ഹാൻഡ് ടൂൾസ്. ഇതൊക്കെ കണ്ടു, കട്ടറൊക്കെ കണ്ടു. ഇതൊക്കെ വാറണ്ടി ഉള്ളതല്ലേ? സർവീസ് ഫ്രീ. സർവീസ് മാത്രം ഫ്രീ ഉണ്ട്. വാട്ടർ പമ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. വാട്ടർ പമ്പ് 1100 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1/2 HP with 1 year ഗ്യാരണ്ടി അടക്കം വാട്ടർ പമ്പ്. വെൽഡിംഗ് സെറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നിങ്ങൾക്ക് എന്റെ അടുത്ത് ഇപ്പോ ഒരു 3,300 മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതും സർവീസ് വാറണ്ടി. അത് സർവീസ് മാത്രം ഫ്രീ. പിന്നെ ചെയിൻസോ ഉണ്ട്, പിന്നെ കട്ടിംഗ് മെഷീൻ ഉണ്ട്, എല്ലാ വിധமான സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഗാന്ധിപുരം അവിടെ 3-4 കിലോമീറ്റർ. പെട്രോളിന്റെ എഞ്ചിൻ ഉണ്ട്, പിന്നെ കംപ്രസർ ഉണ്ട്,
എയർ കംപ്രസർ എയർ കംപ്രസർ ചെറിയ ടൈപ്പ് ഇതൊക്കെ നമുക്ക് ഒരു 6000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് 6000 സ്റ്റാർട്ടിങ് പിന്നെ കട്ട് ഓഫ് മെഷീൻ ഉണ്ട് പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട് ഇതാ കാർ വാഷ് ചെയ്യുന്ന കാർ വാഷ് ചെയ്യുന്ന അവിടെ കാർ വാഷ് ചെയ്യുന്ന സാധനം ഉണ്ട് ഇതാണ് കാർ വാഷ് ചെയ്യുന്നത് കാർ വാഷ് ചെയ്യുന്ന സാധനം നല്ല സാധനം പവറുള്ള സാധനം നല്ല പവറുള്ള സാധനം ഇത് എങ്ങനെ റേറ്റ് വരുന്നത് ഇത് വന്ന് 4000 രൂപ വരുന്നത് 4000 വരും 4000 വരും ടൂൾസ് പല വിധமான ടൂൾസുകളുണ്ട് സോക്കറ്റ് സെറ്റ് സ്പാനർ സെറ്റ് ഈ കിറ്റിന് എന്താ റേറ്റ് വരുന്നത് ഈ കിറ്റ് വന്ന് പല വെറൈറ്റി ഉണ്ട് ഇതാ 250 മുതൽ ഇത് 250 ബോക്സ് അല്ലേ ഫുൾ ബോക്സ് സെറ്റ് ഇത് 250 ഇത് 250 ഇത് 250 ബോക്സ് ഇത് എല്ലാ കിറ്റ് മൊത്തം ഇത് മൊത്തം ക്വാളിറ്റി ഇത് നോർമൽ വില കുറഞ്ഞത് അതിന് വേണ്ടിട്ട് പിന്നെ ഇത് കുറച്ച് കൂടിയത് ഇത് 800 രൂപ 800 വരും പിന്നെ ഇതിനെക്കാട്ടി കുറച്ച് വലിയ സെറ്റ് ഇത് 800 രൂപ പിന്നെ ഇതുണ്ടല്ലോ ഇത് 1600 രൂപ കുറച്ച് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനം നിങ്ങൾക്ക് പുറത്തൊക്കെ മേടിക്കണമെങ്കിൽ 4000 രൂപ 3500 രൂപയൊക്കെ കൊടുക്കണം പിന്നെ നട്ട് ബോൾട്ട് അയക്കുന്ന സാധനം ഉണ്ട് എയർ കൊണ്ട് നട്ട് ബോൾട്ട് അയക്കുന്നതുണ്ട് കറണ്ട് കൊണ്ട് നട്ട് ബോൾട്ട് അയക്കുന്നതുണ്ട് എയർ ഇമ്പാക്ട് ട്രെഞ്ചിന് പറയും നമ്മള് ഈ കംപ്രസർ കൊണ്ട് കംപ്രസർ ഉണ്ട് കറണ്ട് ഉണ്ട് ഇത് കിട്ടടക്ക് വരും ഈ കിറ്റ് വന്ന് നമുക്ക് വന്ന് ഇത് കുറവാണ് ഇത് വന്ന് 2200 ഇത് 2200 രൂപ കിറ്റ് ഇത് വന്ന് 4000 രൂപയുടെ കിറ്റ് ഇത് 2200 രൂപയുടെ കിറ്റ് ഫുൾ കിറ്റ് അങ്ങനെ വെച്ചോട്ടെ 2200 രൂപയുടെ കിറ്റ് ഇത് വന്ന് 4000 രൂപയുടെ കിറ്റ് ഇതിനെക്കാട്ടി കുറച്ച് ഹെവി ക്വാളിറ്റി കിട്ടാണ് ജസ്റ്റ് നിങ്ങളെ ആർക്കെങ്കിലും സാധനങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ പറഞ്ഞു കൊടുക്കുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9443550693 ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഒന്നും പ്രശ്നമല്ല പിന്നെ ഇന്നൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഓക്കെ എല്ലാം വാട്സപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയാണ് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയേക്കാം അവിടെ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമോ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറയണം ജസ്റ്റ് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ അതിന് കറക്റ്റ് എനിക്കും അറിയില്ല എനിക്ക് തോന്നി നമ്മളാ കാറിൻ്റെ സ്ഥലത്തുനിന്ന് കാറിൻ്റെ സ്പെയർ ഒക്കെ വാങ്ങിയത് വില കുറവാണെന്ന് എനിക്ക് തോന്നി ഇനി നിങ്ങൾ ഒന്ന് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇതാ ടൂൾസൊക്കെ ഇതാ ഒരുപാടുണ്ട് ഏതൊക്കെ ടൂൾസ് വേണം വലിയ വലിയ ബിറ്റ് ഉണ്ട് എന്നാ ബിറ്റൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇതൊക്കെ ഹോൾസെയിൽ ആണോ എന്ത് റേറ്റ് വരും കിലോ ബിറ്റിന് അല്ലേ ഓക്കെ അങ്ങനെയല്ലേ 3400 അല്ലേ ഈ സ്മോൾ ടൈപ്പോ മിനി വെൽഡിങ് 3200 അല്ലേ മാർക്കറ്റിൽ പൊതുവെ തിരക്ക് കുറവാട്ടോ ആരുമില്ല ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി നടക്കുന്നത് ഇത് കംപ്രസർ അല്ലേ ഹൗ മച്ച് എന്താ റേറ്റ് വരുന്നത് 5300 ഈ വലുതന്നെ അല്ലേ 5300 വാറണ്ടി ഉണ്ടോ 1 വർഷം വാറണ്ടി TM ടൂൾസ് അല്ലേ ഞാൻ കേരളന്ന് വന്നത് ഡ്രീം ടെക് ട്രാവൽ ഇവിടെ എല്ലാവരും നല്ല സഹകരണം കേട്ടോ ഇവിടെ കുറെ ലൈറ്റുകൾ എന്താണ് ഇലക്ട്രിക് സൈക്കിൾ ക്വിക്ക് ത്രോട്ടിൽ എന്തിനാ അത് സഡൻ പിക്കപ്പ് ഓക്കെ എന്ത് റേറ്റ് വരുന്നത് 350 അല്ലേ ഓക്കെ ഇവിടെ പലതരം ടാങ്കുകളുണ്ട് ഇവിടെ
ആ കൊട കളിക്കാം. നിങ്ങളുടെ ഷോപ്പ് ഏതാണ്? ഇവിടെ എന്താണ് ഇത് വാട്ടർ ഹോസ്. ഓസ് ആണല്ലേ? ഹോസ് ഇതൊക്കെ എന്താ എങ്ങനെയാ? വാട്ടർ ഐറ്റംസ് ആണല്ലേ? സെക്കൻഡ് ഉണ്ട് അത്? ഇത് ന്യൂ പീസ്. അത് അടുപ്പ് ഓൾഡ്. എങ്ങനെ റേറ്റ് വരുന്നത്? 400 റോള്. ഒരു റോള് 400. ഈ വലിയൊരു റോള് 3/4 ഇഞ്ച് 1 ഇഞ്ച് 3/4 ഇഞ്ച് റോള് എത്ര മീറ്റർ ഉണ്ടാവും? 30 മീറ്റർ. 30 മീറ്റർ 400 രൂപ. 400. കിട്ടാത്ത സാധനമൊക്കെ എണ്ണന്റെ അടുത്തുണ്ട്. ആരെടുത്താ? ഇതും പിന്നെ നമുക്കിത് മൊത്തമായിട്ട് ഒരു ദിവസം കൊണ്ട് എടുത്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിന്റെ വിലയും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. മാക്സിമം ഞാൻ നോക്കാം. അപ്പൊ അടുത്ത് പോകാൻ പറ്റും. ബൈ ബൈ. ഇതൊക്കെ നമ്മളെ കോഴിക്കോട് കൊട്ടേന്റെ 4 ഇരട്ടി വലുതാണ് ഇവിടെ. ഇത് കൊറോണ വന്നതിന് ശേഷമാണ് ഇവിടെ തിരക്ക് കുറഞ്ഞത്. ഇപ്പൊ മാർക്കറ്റിൽ ആള് കുറവാണോ? കുറയോ അല്ലേ? ഓക്കെ ഓക്കെ. ഈ ടാങ്ക് ഒക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ടാങ്ക് നിങ്ങളെ ഷോപ്പാണോ? അല്ല അല്ല. ഓക്കെ ഓക്കെ. അവിടെ ആ കടയിൽ പോയി അവിടെ പോയി ആ ചെക്കൻ പറഞ്ഞു തരില്ല. ഇതൊക്കെ പെയിന്റ് ചെയ്യണ്ട? നീ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ പെയിന്റ് ചെയ്യണ്ടേ? ആ ടാങ്ക് ഒക്കെ പുറത്തുണ്ടല്ലേ ബുള്ളറ്റിന്റെ? അതെന്ത് പുതിയ എന്ത് വില വരുന്നുണ്ട്? 6000 രൂപ വരുന്നുണ്ട്. ഓക്കെ. ഇത് നിങ്ങൾ കൊടുക്കുന്ന എത്ര രൂപ? 1500 രൂപ അല്ലേ? ഓക്കെ ഓക്കെ. സോറി. ഇത് ടിയാഗോ ലൈറ്റ് അല്ലേ? ടിയാഗോ അല്ലേ? ടിയാഗോ അല്ല? ഇതിപ്പോ നെക്സ. അത് കംപ്ലൈന്റ് ഉണ്ടോ എന്തെങ്കിലും? അതിൽ കംപ്ലൈന്റ് ഒന്നുമില്ല. എത്ര 2 പീസ് ഉണ്ടോ? അത് അതിലിപ്പോ സിംഗിൾ പീസ് ഉള്ളു. ഒരു പീസ് വണ്ടിയിൽ നിന്ന് വരുമ്പോ പൊട്ടി. നെക്സ അല്ലേ? എന്താ വില അത്? 700 രൂപ. 700 രൂപ. ഓക്കെ. ഒരു പീസിന്? ഒരു പീസിന്. ഇത് DRL ഒക്കെ വരുന്നുണ്ട്? DRL ഉണ്ട് അല്ലേ ഉള്ളില്? ലെൻസ് ഒക്കെ വരുന്നുണ്ടോ? 700 രൂപ അല്ലേ? ഓക്കെ. ഹെഡ്ലൈറ്റ് ഉണ്ടല്ലേ? ഫുൾ ഹെഡ്ലൈറ്റ്. ഓക്കെ 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 ഓക്കെ. ഇത് ഏതൊക്കെ വണ്ടിയാ? ഇത് ഏതാ? ഇത് ഇപ്പൊ സ്വിഫ്റ്റ് 2020 ഹെഡ്ലൈറ്റ്. 2020 ഹെഡ്ലൈറ്റ് പ്രൊജക്ട് മോഡൽ. ഓക്കെ. പുതിയത് മേടിക്കാൻ പോയാൽ 15,000 രൂപ കൊടുക്കണം ഒരു പീസിന്. നമ്മള് ഇവിടെ സെറ്റിന് 5,000 രൂപ കൊടുക്കും. കംപ്ലൈന്റ് ഇല്ലാത്ത കംപ്ലൈന്റ് ചെറിയ സ്ക്രാച്ച് മാത്രം ഉണ്ടാവും. പുതിയ പീസ്. പിന്നെ പോളോന്റെ വീൽസ് ഗില്ല്, സെന്റർ ഗില്ല്. ഇതെന്താ റേറ്റ് വരുന്നുണ്ട്? ഇത് പുതിയത് മേടിക്കാൻ പോയാൽ 6,000 രൂപ അല്ലെങ്കിൽ 7,000 രൂപ കൊടുക്കും. നമ്മളിവിടെ 1500 500 1000 രൂപയ്ക്ക് സാധനം. പിന്നെ എന്താ ഉള്ളത്? പിന്നെ വിസ്റ്റാന്റെ ഹെഡ്ലൈറ്റ് ഉണ്ട്. വിസ്റ്റ ടാറ്റ വിസ്റ്റ. എന്താ റേറ്റ് വരുന്നത്? ഇത് പുതിയത് മേടിക്കാൻ പോയാൽ 429 രൂപ ഒരു പീസിന്. നമ്മുടെ ഇங்கே ഒരു പീസിന് 1500 അല്ലേ? ഇതേതാണ്? സ്വിഫ്റ്റ് ആണോ? ബലേനോ അല്ലേ? എന്താ റേറ്റ് വരുന്നത്? 1200. 1200. അപ്പൊ ഷോപ്പിന്റെ പേരെന്താ? JS Auto Spares. JS. ചേട്ടാ ബൈ ബൈ. നാളെ വരും വീഡിയോ. കണ്ടോ? ചാനൽ സെർച്ച് യു കൻ സെർച്ച് ഡ്രീം ടെക് ട്രാവൽ. ഇത് ഉങ്ങളെ കടയാണോ? എന്തൊക്കെ സ്പെയർ അവിടെ ഉള്ളത്?
ഇത് സൈലൻസർ സൈലൻസർ അല്ലേ? എന്തിന്റെ സൈലൻസർ? എല്ലാ വണ്ടി സൈലൻസർ, ഏത് വണ്ടി? എല്ലാ വണ്ടി സൈലൻസർ, സ്പ്ലെൻഡർ, പാഷൻ പ്രോ, എല്ലാ വണ്ടിയും. എന്താ റേറ്റ് വരുന്നത്? പ്രൈസ് അവിടുത്തെ ഓണർ എന്താ പ്രൈസ് തന്നെ? പ്രൈസ് ഒരു 700 800 ഒരു സൈലൻസർ. ഹോൾസെയില് ഹോൾസെയിൽ 700 700. സൈലൻസർ. ഇവിടെ സെക്കൻഡ് ഓണർ കേട്ടാ. ബൈ 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 ബൈ. അപ്പൊ എല്ലാരും ഭയങ്കര സഹകരണമാണ് ഇവിടെ വന്നപ്പോ. ഒരു പ്രതീക്ഷിക്കാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി ഞാൻ നേരെ കാലിക്കറ്റിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ വീഡിയോ ആണ് കാണുന്നെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഉണ്ട്, അത് കണ്ടാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്തത് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന്. ഈ വീഡിയോന് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അടുത്തൊരു യാത്ര ഇതുപോലെ പോകുന്നതാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന സാധനങ്ങളുടെ വില അന്വേഷിക്കാൻ തന്നെയാണ് ഞാൻ പോവുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വൺസ് അഗൈൻ ഇറ്റ്സ് മീ സാലു സൈനിങ് ഓഫ്.